വലിയ പ്രതീക്ഷ വെച്ചുകൊണ്ടാണ് ബി.ജെ.പി. മത്സരത്തിന് ഇറങ്ങിയിരിക്കുന്നത്. 1 മുതൽ 5 സീറ്റ് വരെ ലഭിക്കാമെന്നൊക്കെയാണ് പല സർവേകളും റിപ്പോർട്ട് ചെയ്യുന്നത്. നിലവിൽ നമുക്കറിയാം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് ലഭിച്ച വോട്ട് ഷെയർ എന്ന് പറയുന്നത് 14%. നാലാമത്തെ വലിയ പാർട്ടിയായിട്ട് മുസ്ലിം ലീഗ് ഉണ്ട്. മുസ്ലിം ലീഗിന് 9% വോട്ടുണ്ട്. അപ്പോൾ മലപ്പുറത്തെ മിക്കവാറും സീറ്റുകളും ലീഗിൻ്റെ കൈവശമാണ്. ഹിന്ദു ഡോമിനേറ്റഡ് ആയിട്ടുള്ള നിരവധി പ്രദേശങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടല്ലോ. അവിടെ ഒരു സീറ്റ് പോലും നേടാൻ ബി.ജെ.പിക്ക് സാധിക്കാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? ഇത്തവണ വലിയ സീറ്റുകൾ ലഭിക്കുന്നത്. അല്ല, അതിനൊരു സാധ്യത ഒരു കേരളത്തിൻ്റെ പ്രത്യേകമായുള്ള സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിൽ മുസ്ലിം വോട്ടുകൾ എന്ന് പറയുന്നത് കൺസോളിഡേറ്റഡ് വോട്ടുകളാണ്. അത് മലപ്പുറം ജില്ലയിലാണ് പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് അവിടെ മത്സരിക്കുന്ന മിക്കവാറുള്ള മുസ്ലിം സ്ഥാനാർത്ഥികൾക്ക് ജയിക്കാൻ സാധിക്കും. ഇപ്പം ഞാൻ ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ, ഹിന്ദുക്കൾ ഒരിക്കലും മതം നോക്കിയല്ല വോട്ട് ചെയ്യുക. അവരൊരിക്കലും രാഷ്ട്രീയം മാത്രം നോക്കിയിട്ട് വോട്ട് ചെയ്യുക. നല്ല എക്സാമ്പിളാണ് ഗുരുവായൂർ മണ്ഡലത്തിൽ ഒരു സമയത്ത് ഹിന്ദുക്കൾ 63%. അന്ന് അവിടെ കോൺഗ്രസ്സുകാർ ലീഗുകാർക്ക് സീറ്റ് കൊടുത്തത്. അവരുടെ മുസ്ലിം സ്ഥാനാർത്ഥി നിർത്തി, ഇടതുപക്ഷ മുസ്ലിം സ്ഥാനാർത്ഥി നിർത്തി. കഴിഞ്ഞ 50 വർഷമായിട്ട് ഗുരുവായൂർ മണ്ഡലത്തിൽ നിന്ന് ഒരു ഹിന്ദു തിരഞ്ഞെടുക്കപ്പെടുന്നില്ല. അവിടെ രണ്ടുപേരും കോൺഗ്രസും UDF-ഉം LDF-ഉം രണ്ടുപേരും അവിടെ ഒന്ന് തെരഞ്ഞെടുപ്പിന് മത്സരിപ്പിക്കുന്ന മുസ്ലിങ്ങളെയാണ്. പക്ഷെ ഇന്നിപ്പോൾ അവിടെ 48% ഹിന്ദു വോട്ടുണ്ട്. ഈ 48% ഹിന്ദു വോട്ടിനെ വിഭജിപ്പിക്കുന്ന കാര്യത്തിൽ UDF-ഉം LDF-ഉം വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. അപ്പൊ അതിന്റെ പേരിൽ ഒരു കാരണം വെച്ചാൽ ഹിന്ദു ജയിക്കില്ല. അവിടെ ഇപ്പൊ നമ്മൾ സാധാരണ രാഷ്ട്രീയ പാർട്ടികളില് മുസ്ലിം ലീഗിനാണ്, മുസ്ലിങ്ങളില് വരേണ്യവർഗത്തിന്റെ പിന്തുണ അവർക്കാണെങ്കിൽ പിന്നാക്ക സമുദായത്തിന്റെ പിന്തുണ SDPI-ക്കാണ്, അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിക്കാണ്, അല്ലെങ്കിൽ PDP-ക്കാണ്. അവരെല്ലാവരും കൂടി സഖ്യത്തിലാണ്. ഇന്നിപ്പോ നിലവിലുള്ളത് SDPI LDF-ന്റെ കൂടെയാണെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയാണ്, മുസ്ലിം ലീഗും ചേർന്നുള്ളതാണ്. UDF-ന്റെ ഏറ്റവും വലിയ തുരുപ്പുചീട്ടതാണ്. അപ്പൊ ഈ പറയുന്നൊരു സഖ്യത്തെ വച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക. ഇപ്പൊ കോൺഗ്രസ്സുകാരോട് ചോദിച്ചു നോക്ക്, ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഭീകര പ്രസ്ഥാനവുമായിട്ടുള്ള കൂട്ടുകെട്ട്. ജമാഅത്തെ ഇസ്ലാമി അവർക്ക് വർഗീയ പാർട്ടിയല്ല. SDPI CPM-കാരന് വർഗീയ പാർട്ടിയല്ല. ബാക്കി ഹിന്ദുക്കളുടെ വോട്ട് നിങ്ങൾ വേണ്ടെന്ന് പറയും. RSS-കാരൻ്റെ വോട്ട് വേണ്ട, BJP-കാരൻ്റെ വോട്ട് വേണ്ട, NSS-ന്റെ വോട്ട് വേണ്ട, SNDP-യുടെ വോട്ട് വേണ്ട, വെള്ളാപ്പള്ളി നടേശനെയും സുകുമാരൻ നായരെയും ഞാൻ കാണൂല എന്നൊക്കെ പറയുന്ന കേരളത്തിലെ UDF-ന്റെ നേതാക്കന്മാര് ഇവരെല്ലാവരും യാതൊരു മറയില്ലാതെ കണ്ട് പാണക്കാട് തങ്ങളെ കാണാൻ പോകും. സമ്മതിച്ചു, വിരോധമില്ല. പാണക്കാട് തങ്ങൾ എന്ന് പറയുന്നത് ലീഗിന്റെ നേതാവാണ്. പക്ഷെ പാണക്കാട് തങ്ങൾ മാത്രമല്ല കാണാൻ പോവുക, അത് കഴിഞ്ഞ് ഇവർ ജമാഅത്തെ ഇസ്ലാമിന്റെ നേതാവിനെ കാണാൻ പോകും. ഇവർ കാന്തപുരം മുസ്ലിരെ കാണാൻ വേണ്ടി പോകും. അവരെയൊക്കെ കാണുന്ന സമയത്ത് ഇവർക്കാർക്ക് യാതൊരു വർഗീയതയില്ല. അങ്ങനെ കേരളത്തിന്റെ സ്വഭാവം പലപ്പോഴും ഒരു തരത്തിലൊരു ഉട്ടോപ്യൻ സംസ്കാരം കേരളത്തിൽ രൂപപ്പെടുത്തി വന്നിട്ടുണ്ട്. കാന്തപുരവും പാണക്കാടും ഒക്കെ മതേതരമല്ലേ? എങ്ങനെ മതേതരാവോ എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ നല്ല എക്സാമ്പിൾ എടുക്കുക, പാണക്കാട് തങ്ങൾ. കേരളം കണ്ടിട്ടുള്ള ഏറ്റവും കൊടിയ വർഗീയവാദിയുടെ പേരാണ് പാണക്കാട് തങ്ങൾ. അത് വർഗീയവാദി എന്ന് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര തങ്ങൾമാര് കേരളത്തിലുള്ളത്? പരമാവധി ഒരു 10,000-50,000 പേരുണ്ടാവും. ഈ തങ്ങൾമാര് തന്നെ ലീഗിന്റെ അധ്യക്ഷനാവണമെന്ന് തീരുമാനിക്കുന്ന ആരാ? മുസ്ലിം ലീഗ് തീരുമാനിക്കുന്നത്. എന്താ കാരണം? തങ്ങൾ എന്ന് പറയുന്നത് വരേണ്യവർഗത്തിന്റെ നേതാവാണ്. അയാളാണ് ഇവരുടെ റംസാൻ എന്നാണ് നിശ്ചയിക്കുക, അയാളാണ് ബക്രീദ് എന്നാണ് തീരുമാനിക്കുക, അയാളാണ് ഇവരുടെ മറ്റുള്ള പെരുന്നാളുകൾ തീരുമാനിക്കുക, അയാളാണ് ഈ സമുദായത്തിന്റെ നേതാവ്. സാമുദായിക നേതാവാണ് പാണക്കാട് തങ്ങൾ. സമുദായ നേതാവല്ലല്ലോ, ലീഗിന്റെ പ്രസിഡന്റ് അല്ലേ? ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയാണോ? ജനാധിപത്യ പാർട്ടിയാണോ? ഒരു ജനാധിപത്യ പാർട്ടിക്കകത്ത് ഒരു തങ്ങള് എന്ന് പറയുന്ന ഒരു വരേണ്യവർഗത്തിൽപ്പെട്ട ആളല്ലാതെ കണ്ട് ഒരു പിന്നാക്ക സമുദായക്കാരനായിട്ട്, ഇസ്ലാം സമുദായക്കാരനായിട്ടുള്ള, ഒസാൻ സമുദായക്കാരനായിട്ടുള്ള റാവൂത്ത് വിഭാഗത്തിൽപ്പെട്ട, റാവൂത്ത് പിന്നാക്കക്കാരനല്ല കേട്ടോ, ഈ പറയുന്ന ഏതെങ്കിലും പിന്നാക്കക്കാരനായിട്ടുള്ള ഒരാൾക്ക് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനാവാൻ പറ്റുമോ? എന്ത് ഗൗതം എന്താ പറഞ്ഞേ? അല്ല, ആവില്ലല്ലോ, ആവാൻ പറ്റില്ലല്ലോ. ഹിന്ദു സ്ത്രീയൊക്കെ നിർത്തിയിട്ടുണ്ട് കേട്ടോ ലീഗ്. ഹിന്ദു സ്ത്രീയെ നിർത്തിയത് ഏത് മണ്ഡലത്തിലാ? ഹിന്ദു സ്ത്രീകൾക്ക് ഹിന്ദുക്കളുടെ കൂടുതൽ വോട്ട് വരാവുന്ന, അല്ലെങ്കിൽ അത് പഴയ കാലത്ത് ഒരു കുന്നമംഗലത്ത് രാമനെ നിർത്തിയിട്ടുണ്ട്. എന്താ കാരണം? സംവരണ മണ്ഡലമാണോ? ഈ സംവരണ മണ്ഡലത്തിൽ രാമനെ നിർത്തിയിട്ട് ജയിപ്പിക്കുമ്പോൾ ലീഗിന് സീറ്റ് കൂടും. അതിന്റെ അപ്പുറത്തൊന്നുമില്ല. ലീഗിനെ കുറിച്ച് ലീഗ് യഥാർത്ഥം എന്താണെന്നുള്ള പറയുന്നത് ശ്രീമാൻ ഷാജി പറയുന്നതാണ്. മതമാണ് പ്രശ്നം എന്ന് പറയുന്നത്. അവിടെയാണ് ഒരു ചോദ്യം നന്ദേട്ടാ. ഈ നമ്മുടെ CPM മതേതരത്വമാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട് എന്നാണ് അവർ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പം മലപ്പുറത്തായിക്കോട്ടെ, അല്ലെങ്കിൽ എറണാകുളം പോലുള്ള സ്ഥലങ്ങളായിക്കോട്ടെ, ഇവിടെയൊന്നും പിടിച്ചടക്കാനായിട്ട് CPM-ന് ഇടതുപക്ഷത്തിന് സാധിക്കാത്തത് എന്തുകൊണ്ടാണ്? ലീഗിന് CPM-ന് സാധ്യമല്ല.
കാരണം മുസ്ലിങ്ങൾക്ക് കേരളത്തിൽ ബോധമുണ്ട്. നമ്മൾ എന്ത് രാഷ്ട്രീയം പറഞ്ഞാലും കേരളത്തിൽ മാത്രമല്ല അഖില ഭാരതീയ അടിസ്ഥാനത്തിലുള്ള ഇന്ത്യയിൽ നോക്ക്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്തുകൊണ്ടാ ഏറ്റവും കൂടുതൽ ദാരിദ്ര്യമുള്ളത് ഈ സ്റ്റേറ്റിലാണ്? ഉത്തർപ്രദേശ് എന്നാ പറഞ്ഞ്, പിന്നെ ബീഹാർ എന്നാ പറഞ്ഞ്. അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എവിടെയുള്ളത്? റെയിൽവേ സ്റ്റേഷനിലുണ്ടോ? പഴയകാലത്ത് റെയിൽവേ സ്റ്റേഷനിൽ ചെങ്കുടി ഉയർത്തിയിട്ട് ട്രെയിൻ പോകണ്ടെന്ന് പറയുന്നത് കാണിച്ചിരുന്നത് ചെങ്കുടി ഉയർത്തിക്കൊണ്ടാ. അവിടെ അല്ലാതെ കണ്ട് റെയിൽവേ സ്റ്റേഷൻ അല്ലാതെ കണ്ട് ചെങ്കുടി അവിടെ ഇല്ല. കാരണം സാമ്പത്തികമായിട്ട് പിന്നാക്കം നിൽക്കുന്ന ഒരാളും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗീകരിച്ചിട്ടില്ല. സമാനം തന്നെയാണ് മുസ്ലിങ്ങൾ ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല. ഇവിടെ ഈ മുസ്ലിം ലീഗ് മതേതരാന്ന് പറയുന്നവരാ? കേരളത്തിൽ കോൺഗ്രസ്സുകാരാ പറയുക, കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാരാ പറയുക, ബാക്കി ആരാ പറയുക? പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പോലും അതിന് പറഞ്ഞത് ചത്ത കുതിര എന്നതിനെ വിളിച്ച്, ട്രോജൻ കുതിര എന്ന് വിളിച്ച് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആണ്. അതിന് ജീവൻ കൊടുത്ത് കേരളത്തിൽ നേതാക്കന്മാരാ. എന്തുകൊണ്ടാണ് അത് അദ്ദേഹം പറയാൻ കാരണം? കാരണം ഇന്ത്യ വിഭജനത്തിന്റെ തൊട്ടു മുമ്പായിട്ട് കേരളത്തിന്റെ ലീഗിന്റെ അധ്യക്ഷനായിരുന്ന സീതി സാഹിബ് എന്ന് പറയുന്ന ആള്, അയാൾ പിൽക്കാലത്ത് 1960 അയാളെ തുപ്പിടിച്ചിട്ട് അയാളെ സ്പീക്കറാക്കി. അയാളുടെ ഒരു വിഖ്യാതമായിട്ടുള്ള കൊണ്ടോട്ടി പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിൽ അയാൾ പറയുന്നത്, ഇന്ത്യ സ്വതന്ത്രമായി കഴിഞ്ഞാൽ ഹിന്ദു ഭൂരിപക്ഷ പ്രദേശമാകും, ഇവിടെ ഭരിക്കുന്ന ഹിന്ദുക്കളായിരിക്കും, അപ്പോൾ മുസ്ലിങ്ങൾക്ക് അവരുടേതായിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങൾ നടത്താൻ സാധ്യമല്ല. അങ്ങനെയുണ്ടോ? അങ്ങനെ ഇന്ത്യയിലുണ്ടോ? അങ്ങനെ ഇല്ലല്ലോ. പക്ഷേ മുസ്ലിം ലീഗിന്റെ കേരളത്തിലെ പ്രസിഡന്റിനെ സംബന്ധിച്ചുകൊണ്ട് എന്ന് മാത്രമല്ല അയാൾ വരുന്നത് പറഞ്ഞത്, നമ്മള് ഇടതോട്ട് മുണ്ടെടുക്കുമ്പോൾ അവർ വലതോട്ടാണ് മുണ്ടെടുക്കുന്നത്. നമുക്ക് പശു നമുക്ക് നമുക്ക് എന്താണ് നമുക്ക് പശുവിറച്ചി ഇഷ്ടമാണ്, പക്ഷെ അവർക്ക് പശു എന്ന് പറഞ്ഞാൽ വിശുദ്ധമാണ്, അത് നമുക്ക് വിശുദ്ധമല്ല. എന്ന് വെച്ചാൽ ഏതൊക്കെ കാര്യങ്ങളാണോ ഹിന്ദുക്കൾ അനുഷ്ഠിക്കുന്നത്, ആ ഹിന്ദുക്കൾ അനുഷ്ഠിക്കുന്നത് എല്ലാം തികച്ചും തെറ്റാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിന്റെ പേരാണ് മുസ്ലിം ലീഗ്. അങ്ങനെയുള്ള മുസ്ലിം ലീഗ് ചില ആളുകൾ പണം കൊടുത്ത ആളുകൾ കിട്ടും. അല്ലെ, IUML എന്ന രാഷ്ട്രീയ പാർട്ടിയൊക്കെ ആണെങ്കിലും അതിന് കൂടുതലും സപ്പോർട്ടുള്ളത് ഒരു സമുദായത്തിന്റെ സപ്പോർട്ടാണ്. അതൊരു സാമുദായിക പാർട്ടി തന്നെയാണെന്ന് പറയാം. യഥാർത്ഥത്തിൽ ഈ RSSന്റെ അല്ലെങ്കിൽ BJPയുടെ ലക്ഷ്യം എന്താ? പല ജാതിയായി വേർതിരിഞ്ഞിരിക്കുന്ന ഹിന്ദുക്കളെ ഏകീകരിക്കുക എന്ന് പറയുന്ന ഒരു ലക്ഷ്യമാണ് അവർക്കുള്ളത്. അത് RSSന്റെ ലക്ഷ്യം, BJPയുടെ അല്ല. ഓക്കെ, RSSന്റെ ലക്ഷ്യം ഈ തരത്തിലെ ഹൈന്ദവ ഏകീകരണമാണ് RSSന്റെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് കേരളത്തില് വിജയകരമായിട്ട് ആ ദൗത്യം പൂർത്തിയാവുന്നുണ്ടോ? ഒരു സംശയമില്ല അക്കാര്യത്തിന്. ഇപ്പൊ ഞാനതിന്റെ വക്താവൊന്നും അല്ലെങ്കിൽ ഒന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയില്ല. കാരണം കേരള ജനതയെ സംബന്ധിച്ച് കേരള ജനത വളരെ ഒരുപക്ഷെ നമ്മളൊരു 10 കൊല്ലം മുമ്പാണെങ്കിൽ ഇത്ര ചർച്ച പോലും നടക്കില്ല. കാരണം ചർച്ചയ്ക്ക് ഒരു പ്രസക്തി അക്കാലത്തുണ്ടായിരുന്നില്ല. കാരണം ഹിന്ദുക്കളൊന്നും ഒരു ഹൈന്ദവ പ്രസ്ഥാനമായിട്ട് അന്ന് RSSനെ അംഗീകരിച്ചിരുന്നില്ല. ഇന്നത്തെ അവസ്ഥ മാറിയിട്ടുണ്ട്. ഇന്ന് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും കോൺഗ്രസിലുമുള്ള സാധാരണക്കാരായിരിക്കുന്ന ഹിന്ദുക്കൾ വരെ അവർ ചിന്തിക്കുന്ന ഒരു പരിധിവരെ ഇത്തരത്തിലാണ്. കാരണം അവർക്കൊരു ഈ രക്ഷയിലെ ജീവിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ കോൺഗ്രസിലേക്ക് ഒരാൾ ചെന്നൂന്നിരിക്കട്ടെ, ഒരു ഹിന്ദു ചെന്നൂന്നിരിക്കട്ടെ, അയാൾ എവിടേക്കാ ആദ്യം പോകേണ്ടത്? എവിടേക്കാ? അവിടെ ഇന്ദിരാഭവനിലേക്ക് അല്ലല്ലോ പോകേണ്ടത്, അയാൾ നേരെ പാണക്കാടേക്ക് പോകണം. അയാൾ അവിടെ ചെന്ന് പാണക്കാടിന്റെ മുമ്പിൽ സാഷ്ടാംഗം നമസ്കരിച്ചാൽ മാത്രമേ അയാൾക്ക് കോൺഗ്രസിൽ അംഗത്വം കിട്ടുള്ളൂ. നമുക്ക് അടുത്ത കാലത്തുള്ള അനുഭവങ്ങളുണ്ടല്ലോ അങ്ങനെ. കേരളത്തിലെ കോൺഗ്രസിലേക്ക് എത്തിപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു നേതാവ് പക്ഷെ കോൺഗ്രസ് ഉണ്ടല്ലോ, കോൺഗ്രസിനെ ആരും അംഗീകരിച്ചിട്ടില്ല. കോൺഗ്രസ് പറയുന്ന പ്രസ്ഥാനത്തെ തീരുമാനിക്കുന്നത്, അതിനെ നയിക്കുന്നത്, അതിന് മുന്നോട്ട് കൊണ്ടുപോകുന്ന മുസ്ലിം ലീഗാണ്. അതുകൊണ്ടാണ് ഇപ്പൊ നിങ്ങളറിയാലോ, ഇവിടെ അറിയപ്പോ ഞാൻ പേരൊന്നും പറയുന്നില്ല, പേരൊക്കെ പറയാത്ത ചില ആളുകളൊക്കെ തന്നെ കോൺഗ്രസിന് മെമ്പർഷിപ്പ് കൊടുത്തിന് അവരെവിടേക്ക് ആദ്യം പോവുക? അവരാദ്യം ഒന്ന് പാണക്കാടേക്കാ പോവുക. അവർക്കറിയാൻ വേണ്ടത് ഇന്ദിരാഭവനിൽ പോയിട്ട് ഇപ്പോഴത്തെ സണ്ണി ജോസഫിനെ കണ്ടിട്ട് യാതൊരു പ്രയോജനവും. അപ്പൊ അവര് കാണുന്നത് യഥാർത്ഥമായിട്ട് ആരെയാണ്? ലീഗിന്റെ പ്രസിഡന്റിനെ കാണണം. ഇത് കേരളത്തിലെ ജനങ്ങൾക്ക് തിരിച്ചറിയാം. ഈ തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ മുസ്ലിം ജനവിഭാഗങ്ങള് അവര് സംഘടിതമായിട്ട് വോട്ട് ചെയ്യുന്ന സമയത്ത് ലീഗ് ജയിക്കും. ഈ പ്രശ്നങ്ങളൊക്കെ താങ്കൾ പറയുന്ന ഈ പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴും ഇവിടെ വരുന്ന ബഹുഭൂരിപക്ഷം ഹിന്ദുക്കളുടെ വോട്ടുകളും CPMലേക്കോ കോൺഗ്രസിലേക്കോ ഇങ്ങനെ ചിതറിപ്പോയിക്കൊണ്ടിരിക്കുക. എന്തുകൊണ്ടാണ് അത്? അതിനുള്ള കൃത്യമായിട്ടുള്ള കാരണമുണ്ടല്ലോ. ഇന്നിപ്പോ നമ്മൾ ചിതറിപ്പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം, അവർക്ക് BJP ഇപ്പോഴും ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ഒരു പാർട്ടിയാണ് ഇപ്പോഴും കേരളത്തിൽ BJP. പഴയ രീതിയിലുള്ള അസ്പർശ്യതയൊക്കെ മാറിയിട്ടുണ്ട്. ആ അസ്പർശ്യത BJPയുടെ മാറിയെന്ന് മാത്രമല്ല, ഇന്ന് കോൺഗ്രസിൽ ആരെ ഹിന്ദുക്കളുള്ള നാമമാത്രമായിട്ട് ചില ആളുകൾ ഉണ്ടെന്നുള്ള ഒഴിച്ചു നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ ഹിന്ദുക്കളുടെ വോട്ടുള്ള ഹിന്ദു ഭൂരിപക്ഷ മണ്ഡലത്തിൽ എവിടെയാ കോൺഗ്രസ് ജയിക്കില്ല. കോൺഗ്രസ് ജയിക്കാറില്ല സാധാരണ. അവിടെ ജയിക്കുന്ന ഒരു പക്ഷേ CPM ജയിക്കും. എന്താ കാരണം അറിയാമോ? CPMൽ ഹിന്ദുക്കൾ അധികമുണ്ട്. കോൺഗ്രസിൽ ഏറ്റവും കൂടുതലുള്ളത് മുസ്ലിങ്ങളാണ്. അത് കഴിഞ്ഞാൽ കോൺഗ്രസിലെ മുസ്ലിങ്ങളിൽ തന്നെ വിഭാഗമാണ്.
അപ്പർ ക്ലാസ് മുസ്ലിം മുഴുവൻ മുസ്ലിം ലീഗിലാണ്. ബാക്ക്വേർഡ് മുസ്ലിംസ് ആണ് കോൺഗ്രസിനകത്തുള്ളത്. സമാനമായിട്ട് രീതിയിൽ ഇതിനകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഹിന്ദുക്കളുണ്ട്, ആദ്യകാലത്ത് ഉണ്ടായിരുന്ന ആളുകളാണ്. അത് തന്നെ ഇന്നിപ്പോ കുഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമുക്കറിയാം പയ്യന്നൂരിലെ കുഞ്ഞികൃഷ്ണ ആണെങ്കിലും അവിടെ മുസ്ലിം ഹിന്ദുക്കള് അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കുഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പയ്യന്നൂരിൽ കുഞ്ഞികൃഷ്ണൻ പോയി, അപ്പുറത്ത് സുധാകരൻ പോകുന്നു, അതേപോലെ തന്നെ മറ്റേ ഇപ്പുറത്തെ തളിപ്പറമ്പിൽ എന്താ അദ്ദേഹത്തിന്റെ പേര്, ഗോവിന്ദൻ മാഷ്, ഗോവിന്ദൻ പോയി, ടി കെ ഗോവിന്ദൻ, അദ്ദേഹം പോകുന്നു. അങ്ങനെ വ്യാപകമായിട്ടൊരു രീതിയിൽ കേരളത്തില് ഹിന്ദുക്കളായിരിക്കുന്ന ആളുകള് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് കൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം അവർ വസ്തുതകൾ മനസ്സിലാക്കി. അവർ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. കേരളത്തിൽ പല പല കാരണങ്ങൾ കൊണ്ട്, സാമൂഹ്യ അന്തരീക്ഷം കൊണ്ട്, അല്ലെങ്കിൽ സർക്കാരിന്റെ ചില ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന്റെ പേരിൽ ചില ആളുകൾ ഹിന്ദുക്കളായിരിക്കുന്ന ആളുകൾ പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷെ അവരുടെ അക്കമുള്ള ആളുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ജയിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ഥായിയായിട്ടുള്ള സംഭവമല്ല. ഈ ചോദ്യം ഒരു 10 കൊല്ലം മുമ്പ് ബംഗാളിലുണ്ടായിരുന്നു, 15 കൊല്ലം മുമ്പ്. ഇപ്പോഴത്തെ ബംഗാളിന്റെ അവസ്ഥ എന്താ? ഇപ്പം ചില BJP-ക്കാർ പോലും അനുഭാവികൾ പോലും പറയുന്നൊരു കാര്യം, കേരളം പിടിക്കണമെന്ന് ഇപ്പോഴും BJP-ക്ക് യാതൊരു താല്പര്യമില്ല. ഇപ്പൊ KC വേണുഗോപാൽ പറഞ്ഞു, എന്തിനാണ് നരേന്ദ്രമോദി ഇടക്കിടക്ക് കേരളത്തിൽ വരുന്നത്? അത് പിണറായി വിജയനെ അധികാരത്തിൽ എഴുത്താനാണോ? അതായത് ഇപ്പോഴും സീരിയസ് അല്ല BJP കേരളത്തിൽ. അല്ല, അതൊരു ഹിന്ദു വിരുദ്ധ പ്രസ്ഥാനമായിട്ടുള്ളതിന്റെ പേരിൽ കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് അങ്ങനെ തോന്നാം. ഇപ്പൊ ഞാൻ ഒരിക്കലും KC വേണുഗോപാലിനെ കുറ്റപ്പെടുത്തില്ല. പക്ഷെ KC വേണുഗോപാൽ സ്വന്തമായിട്ട് വ്യക്തിത്വമുള്ള ആളല്ല. അദ്ദേഹത്തിന് കേരളത്തിന് മുഖ്യമന്ത്രിയാകാൻ വേണ്ടിയിട്ട് പല പല ജൽപ്പനങ്ങൾ നടത്തുന്നു എന്നുള്ളതിന്റെ അപ്പുറത്ത് KC വേണുഗോപാൽ യാതൊരു പ്രാധാന്യം കേരളത്തിന്റെ രാഷ്ട്രീയത്തിലില്ല. അദ്ദേഹം കണ്ണൂരിൽ നിന്ന് വരുന്നു, അദ്ദേഹം ആലപ്പുഴ പോയിട്ട് മത്സരിക്കുന്നു. അങ്ങനെ ഇപ്പൊ പാർലമെന്റ് മെമ്പറാണ്. പാർലമെന്റിൽ അത് യാതൊരു സ്കോപ്പും ഇല്ല. പാർലമെന്റിൽ വാ തുറക്കാൻ പറ്റാറുണ്ടോ ഈ മനുഷ്യന്? ഏതെങ്കിലും വിഷയങ്ങൾ അവതരിപ്പിക്കാൻ പറ്റാറുണ്ടോ? ഇപ്പൊ ഇവിടെ ഇദ്ദേഹം നിരവധി വർഷം അവിടെ പാർലമെന്റ് മെമ്പറായിരുന്നു ആലപ്പുഴയിൽ ഹൈവേ കൊണ്ടുവന്ന ആര് വന്ന പിന്നെയാ? BJP സർക്കാർ വന്ന പിന്നെയാണോ? നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായതിനു ശേഷമാണ്. നിതിൻ ഗഡ്കരി ഉപരിതല ഗതാഗത വകുപ്പിന്റെ മന്ത്രിയായതിനു ശേഷമാണ്. അതിനിപ്പത് കൊണ്ടുവന്നിട്ടില്ല. 84-86 തുടങ്ങിയിട്ട് അക്വയർ ചെയ്തിട്ടുള്ള ഭൂമി പോലും VM സുധീരന്റെ ഒക്കെ കാലത്ത് അക്വയർ ചെയ്ത ഭൂമി അത് റോഡ് എത്തിക്കാൻ വേണ്ടിയിട്ട് പറ്റാത്ത ഒരാളാണ് KC വേണുഗോപാല്. അങ്ങനെ വേണുഗോപാലിന് നരേന്ദ്രമോദിയെ പോലെയുള്ള ലോക ആരാധ്യനായിരിക്കുന്ന ഒരാളെ കുറിച്ച് പറയാനായിട്ടുള്ള യാതൊരു വിവരവുമില്ല, തന്റെ ഇടമില്ല, അഭിജാത്യവുമില്ല, അർഹതയില്ല, യാതൊരു സംശയമില്ല കാര്യത്തില്. അങ്ങനെ അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാകാൻ വേണ്ടിയിട്ട് അദ്ദേഹം നടത്തുന്ന ചില ജൽപ്പനങ്ങൾ മാത്രമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. അല്ല, രാഹുൽ ഗാന്ധി പറഞ്ഞെന്താ, BJP ഹിന്ദു പാർട്ടി എന്ന രീതിയിലാണ് അറിയപ്പെടുന്നത്. പക്ഷേ ശബരിമല അയ്യപ്പന്റെ മോഷ്ടിക്കപ്പെട്ട സ്വർണത്തിന് വേണ്ടിയിട്ട് ഒരു ഭയങ്കര ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധമൊന്നും കാണുന്നില്ല. അപ്പൊ ആരെ സഹായിക്കാനാണ് ഇത് ചെയ്യുന്നത്? ഇല്ല, ആരെ ചോദിച്ചത്? രാഹുൽ ഗാന്ധി അല്ലേ? അപ്പൊ ആയിക്കോട്ടെ, പ്രതിപക്ഷ നേതാവ് ഹിന്ദു വിരുദ്ധനാണോ? അങ്ങനെ കോൺഗ്രസിന് ചെയ്തൂടെ? ഇപ്പൊ കോൺഗ്രസ് ഇവിടെ UD പ്രവേശന കാലത്ത് കോൺഗ്രസിന്റെ സമരം എവിടെയായിരുന്നു? കോൺഗ്രസിന്റെ സമരം എന്ന് പറഞ്ഞാൽ 2018 വെള്ളപ്പൊക്കം പോലെയാണ്. വെള്ളപ്പൊക്കത്തിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം കയറിയിട്ടുള്ള വീടുകളിൽ നിന്നുള്ള ആളുകളെ രക്ഷിക്കുന്ന പണി കോൺഗ്രസിന്റെ പണിയല്ല. അവരെ പുനരധിവസിപ്പിക്കുന്നത് കോൺഗ്രസിന്റെ പണിയല്ല. കോൺഗ്രസിന്റെ പണി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദുരിതാശ്വാസ ക്യാമ്പിൽ എത്തിക്കുന്ന ആളുകളെ അവരെ ചെന്ന് നോക്കിയെന്ന്, അവരെ നോക്കി കണ്ണിറുക്കി കാണിക്കുന്ന, അവരെ നോക്കി ചിരിക്കുന്ന, കതറ് ധരിച്ചിരിക്കുന്ന ആളുകളാണ് കോൺഗ്രസ്സുകാർ. ഒരു കാര്യം ചോദിച്ചോട്ടെ, വീണ്ടും CPM അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അത് BJP സഹായിക്കില്ലേ? എനിക്ക് പ്രതീക്ഷയില്ല. കാരണം ഇപ്പൊ അധികാരത്തിൽ ആര് വരണം എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കുന്ന കേരളത്തിൽ ഈ മന്ത്രിസഭയിൽ ഒരൊറ്റ മന്ത്രി പോലും കഴിവുള്ള ആളില്ല. കഴിവ് കിട്ടവരുടെ കൂടാരമാണ് ഈ മന്ത്രിസഭ. അപ്പൊ ഇത് ജനങ്ങൾക്ക് തിരിച്ചറിയാം, ജനങ്ങൾ തീരുമാനിക്കും ഏത് മന്ത്രിക്കാണ് കഴിവുള്ളത്. ഇപ്പൊ അടുത്തിടയ്ക്ക് ചില സാമ്പത്തിക അല്ലെങ്കിൽ ചില വിദഗ്ധന്മാരൊക്കെ കൂടി തീരുമാനിച്ചല്ലോ, അവർക്ക് ഏത് മന്ത്രിക്ക് കഴിവുണ്ടെന്നാ പറഞ്ഞ്. ഒന്ന് മുഹമ്മദ് റിയാസിന്, അയാൾക്ക് എന്ത് കഴിവുള്ളത്? അയാൾ പൊതുമരാമത്ത് വകുപ്പിലേക്ക് കഴിവ് അയാൾ തെളിയിച്ചിട്ടുണ്ടോ? ടൂറിസത്തിൽ കഴിവ് തെളിയിച്ചിട്ടുണ്ടോ? പിന്നെ ഉന്നത വിദ്യാഭ്യാസം അല്ല, സാധാരണ വിദ്യാഭ്യാസം, അതിന്റെ മന്ത്രി ആരാ? ശിവൻകുട്ടി നല്ലതാണെന്ന് പറയുന്ന മാധ്യമങ്ങളാണ് ഇവിടെ ഉള്ളത്. ശിവൻകുട്ടിക്ക് കഴിവുണ്ടെന്നോ ഒരു വിദ്യാഭ്യാസ വകുപ്പ് നയിക്കാനായിട്ടുള്ള പ്രാപ്തി ഉണ്ടെന്നോ ആരും വിശ്വസിക്കുന്നില്ല. അങ്ങനെ കഴിവ് കെട്ടവരുടെ കൂടാരമായിരിക്കുന്ന ഒരു മന്ത്രിസഭ, ആ മന്ത്രിസഭയിലുള്ള മന്ത്രിമാരെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ബാധ്യത ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങൾക്കുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. അവർക്ക് ഇവരോട് എതിർപ്പുണ്ടെ കാണിക്കേണ്ടത് പിണറായി വിജയൻ അടങ്ങുന്ന ഈ മന്ത്രിസഭയിലെ മുഴുവൻ ആളുകളെയും അമ്പയെ പരാജയപ്പെടുത്തുകയാണ് വേണ്ടത്. അതല്ലാതെ കണ്ടത് വേറെ ആരെങ്കിലും മെക്കെട്ട് കയറുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ഇപ്പൊ യഥാർത്ഥത്തിൽ കോൺഗ്രസ് അടക്കം ചെയ്യേണ്ടത് ഈ പറയുന്ന മന്ത്രിമാരെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട്, ഉദാഹരണം ആലോചിച്ച് നോക്കുന്നത്, ഇപ്പൊ നേമത്ത് മത്സരിക്കുന്നു, ശിവൻകുട്ടി രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുന്നു.
എന്താ കോൺഗ്രസിന്റെ നിലപാട്? കോൺഗ്രസ് അവിടെ യഥാർത്ഥമായിട്ട് ചെയ്യുന്നത് ശിവൻകുട്ടി തോൽപ്പിക്കണം, അതല്ലേ വേണ്ടത്. കടകംപള്ളി സുരേന്ദ്രനും വി മുരളീധരനും തമ്മിൽ കഴക്കൂട്ടത്ത് മത്സരിക്കുന്ന എന്താ കോൺഗ്രസ് ചെയ്യേണ്ടത്? അവിടെ ഇയാളെ തോൽപ്പിക്കണം, കടകംപള്ളി സുരേന്ദ്രനെ തോൽപ്പിക്കണം. അപ്പൊ അങ്ങനെ തോൽപ്പിക്കേണ്ടതിന് പകരം അല്ലെങ്കിൽ പിണറായി വിജയനായിട്ട് കോൺഗ്രസിന്റെ ആളുകൾ മത്സരിക്കുന്നത്, അവിടെ പിണറായി വിജയനെ തോൽപ്പിക്കണം. അങ്ങനെ തോൽപ്പിക്കാനായിട്ടുള്ള കൃത്യമായിട്ടുള്ള ആസൂത്രണം ഇവിടുത്തെ രാഹുൽ ഗാന്ധിയുടെ പാർട്ടിക്കുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. അങ്ങനത്തെ ബോധമൊന്നും രാഹുൽ ഗാന്ധിയുടെ പാർട്ടിക്കില്ല. ഇപ്പൊ രാഹുൽ ഗാന്ധിയുടെ ഇവിടെ ഒന്ന് അതും ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും ഒരു നല്ല പ്രതിപക്ഷ നേതാവാനായിട്ട് യഥാർത്ഥമായിട്ടുള്ള വിഷയങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടി സാധ്യമാകുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. എന്ന് മാത്രമല്ല, അവിടെ അദ്ദേഹം കൈയോർത്ത് പിടിക്കുന്ന MA ബേബിയുടെ കൂടെയാണ്. ബേബിയുടെ കൂടെ അവിടെ കൈയോർത്ത് പിടിക്കുക, ഇവിടെ കേരളം വിട്ടുള്ള തമിഴ്നാട്ടിൽ പോയിട്ട് സഖ്യം ഉണ്ടാക്കുക, അവിടെ SDPയും കോൺഗ്രസെയും DMKയും CPM-ഉം ഒക്കെ ചേർന്ന് സഖ്യം ഉണ്ടാക്കിയിട്ട് നരേന്ദ്രമോദിയുടെ മക്കെട്ട് കയറിയിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിൽ മാത്രമേ സാധിക്കുള്ളൂ. ഈ പറയുന്ന സാധനം ഏതെങ്കിലും സംസ്ഥാനത്ത് പോയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ജനങ്ങൾ അംഗീകരിക്കില്ല എന്നുള്ളതാണ് എനിക്കതിനെ കുറിച്ച് പറയാനുള്ളത്. ഒരു അവസാനമായിട്ട് ചോദിക്കാനുള്ളത്, എത്ര സീറ്റുകൾ സാധ്യതയില്ല BJP? ഞാൻ സാധിക്കുന്നത് BJPയെ സംബന്ധിച്ച് ഭരണത്തിന്റെ അടുത്ത് പോലും BJP എത്താൻ സാധ്യതയില്ല. മറിച്ച് BJPക്ക് ഒരു 4 or 5 തുടങ്ങിയിട്ട് വേണ്ടി വന്നാൽ 18 സീറ്റിന് വരെ കേരളത്തിന് സാധ്യതയുണ്ട്. കാരണം കേരളം ഒരു വലിയൊരു മാറ്റത്തിന്റെ വക്കിലാണ്. കേരളത്തിന് വികസനം വേണം, ഈ നാട് വളരണം. ശരിക്ക് ഇവിടെ കക്ഷി രാഷ്ട്രീയം ഇന്നിപ്പോ നിലവിൽ കേരളത്തില് 24x7x365 രാഷ്ട്രീയം. ഇതൊരു ലോകത്തിൽ ഒരു സ്ഥലത്തും ഇല്ല. എല്ലാ സ്ഥലത്തും ഇലക്ഷൻ കഴിഞ്ഞ രാഷ്ട്രീയം കഴിഞ്ഞു. കേരളത്തിൽ അങ്ങനെയല്ല. കേരളത്തിൽ നിങ്ങൾ ചാനലുകൾ ശ്രദ്ധിച്ചോളൂ, മാധ്യമങ്ങള്, ഈ മാധ്യമങ്ങൾ നിരന്തരം രാഷ്ട്രീയ ചർച്ചകളാണ്. ഭരിക്കുന്ന മുഖ്യമന്ത്രിമാർക്കെതിരായിട്ട്, അതുപോലെ മന്ത്രിമാർക്കെതിരായിട്ട്. അത് ആര് ഭരിച്ചാലും അങ്ങനെ, ഉമ്മൻചാണ്ടി ഭരിച്ചാലും കൊള്ളാം, AK ആന്റണി ഭരിച്ചാലും കൊള്ളാം, K കരുണാകരൻ ഭരിച്ചാലും കൊള്ളാം, പിണറായി വിജയൻ ഭരിച്ചാലും കൊള്ളാം, ES അച്യുതാനന്ദൻ ഭരിച്ചാലും കൊള്ളാം. ആര് ഭരിച്ചാലും നാടിന്റെ വികസനമാണ് പ്രധാനം എന്നുള്ളൊരു തോന്നൽ സമൂഹത്തിൽ ഉണ്ടാക്കേണ്ടത് അനിവാര്യമാണ്. ഇപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുമ്പോട്ട് വെക്കുന്നത് വികസനമാണ്. അത് യഥാർത്ഥത്തിൽ മോദിയുടെ ഒരു മാതൃക കണ്ടിട്ടാണ് അവർ മുമ്പോട്ട് വെക്കുന്നത്. അത് തീർച്ചയായിട്ടും അതായിരിക്കാം. അത് കോൺഗ്രസിന് വെക്കാലോ. എന്തിന് വർഗീയത പറയണം? കോൺഗ്രസ് നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവരായിട്ട് ജമാഅത്തെ ഇസ്ലാമിയായിട്ട് ചേർന്നിട്ടുള്ള ഒരു സഖ്യമാണ്. ഈ രാഷ്ട്രീയം അല്ലല്ലോ ആവശ്യം. കേരളത്തിന് ആവശ്യം തൊഴിൽ, വിദ്യാർത്ഥികൾക്ക്. ഇവിടെ കഴിഞ്ഞ വർഷം പോയത് 3.5 ലക്ഷം വിദ്യാർത്ഥികൾ അപ്പുറത്തേക്ക് പോയത്. ഈ വർഷം ഇനി അതിനേക്കാളും കൂടുതൽ പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ചെറുപ്പക്കാരൊന്നും പുറത്തേക്ക് അയക്കുകയല്ല വേണ്ടത്, അവർക്ക് തൊഴിൽ കൊടുക്കണം. അവർ തൊഴിൽ ചെയ്യണം കേരളത്തില്. അവർക്ക് ഇവിടെ പഠിക്കാൻ സാധിക്കണം. അതിന് അവസരങ്ങൾ ഉണ്ടാക്കണ്ടേ? ഈ അവസരങ്ങൾ ഉണ്ടാക്കുന്ന രാഷ്ട്രീയത്തിനുപരിയായിട്ട് രാഷ്ട്രീയം നിങ്ങൾക്ക് 9-ാം തീയതി വരേക്ക് എന്തെല്ലാം രാഷ്ട്രീയം പറഞ്ഞോളൂ. 10-ാം തീയതി തുടങ്ങിയിട്ട് കേരളത്തിന് ആവശ്യമുള്ളത് കേരളത്തിന് വികസനമാണ്. എന്തായാലും മതവും ജാതിയും ഒന്നുമല്ല, വികസനമാണ്. ജാതിയും മതവും കേരളത്തിന്റെ അടിസ്ഥാന വികസനത്തിന് തടസ്സമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു സഹായം ഉണ്ടാവില്ല. ഈ മതമല്ല നിശ്ചയിക്കുന്നത്. മതമാണെന്ന് പറയുന്ന പ്രസ്ഥാനത്തെ കേരളത്തിൽ നിന്ന് കെട്ടിക്കേണ്ട കേരളത്തിന്റെ അത്യാവശ്യമായിട്ട് വന്നിരിക്കുന്ന സാഹചര്യമാണ്. ഇവിടെ മതമല്ല തീരുമാനിക്കേണ്ടത്, വികസനമാണ് തീരുമാനിക്കേണ്ടത്. സാധാരണക്കാരന്റെ ജീവിതമാണ് പ്രശ്നം, അവന്റെ ഭക്ഷണമാണ് പ്രശ്നം, അവന്റെ വിദ്യാഭ്യാസമാണ് പ്രശ്നം, അവന്റെ തൊഴിലാണ് പ്രശ്നം. ഇത് നിങ്ങൾ കണക്കിലെടുക്കണ്ടേ? അത് പറയുന്നത് ഞങ്ങളുടെ മതമാണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ ശരിയാവുക? ആദ്യം മതം പറയുന്നു, പിന്നെ ജാതി പറയുന്നു. ജാതിയും മതമല്ല തീരുമാനിക്കേണ്ടത്, മനുഷ്യന്റെ വികസനമാണ് പ്രശ്നം. അത് നരേന്ദ്രമോദി പറഞ്ഞാലും കൊള്ളാം, ആര് പറഞ്ഞാലും കൊള്ളാം, അതൊരു ശരിയായിട്ടുള്ള വസ്തുതയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.